നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. താമരശ്ശേരി അമ്പായത്തോട് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വിവാഹം നടക്കാനിരിക്കവെയാണ് യുവതിയുടെ മരണം. അമ്പായത്തോട് സ്വദേശികളായ പ്രദീപ് കുമാർ ബിന്ദു ദമ്പതികളുടെ മകൾ നന്ദനയാണ് മരിച്ചത്. 22 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നന്ദന ആത്മഹത്യ ചെയ്തത്. സംഭവ സമയത്ത് നന്ദനയുടെ ഇളയ സഹോദരി മാത്രം വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് അവിടെ നിന്നവരിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം. മുറിയിൽ ഉറങ്ങുകയായിരുന്ന സഹോദരി ഉണർന്ന് പുറത്തേക്ക് വന്നപ്പോൾ നന്ദനയെ ഡൈനിങ് ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ പരിസരവാസികളെ പെൺകുട്ടി വിവരം അറിയിക്കുന്നു. ഉടൻ തന്നെ അയൽവാസികളൊക്കെ വീട്ടിലേക്ക് വരുന്നു. അവർ നന്ദനയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നന്ദനയുടെ വിവാഹ നിശ്ചയത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അതിനിടെയാണ് നന്ദനയെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണം എന്നത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. താമരശ്ശേരി പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം തുടർ നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്നതിനിടെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും വളരെ നടക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. പോലീസ് പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി. മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. മൃതദേഹം തുടർ നടപടികൾക്ക് കൃത്യമായ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കുമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും എന്തിന് നന്ദനയെ കടുങ്കൈ ചെയ്തു എന്ന ചോദ്യം ഉയരുന്നു. വീണ്ടും ആവർത്തിക്കുകയാണ്. നമുക്ക് മുന്നിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ട എന്തെങ്കിലും മാർഗം നമുക്ക് മുന്നിലുണ്ടാകും. അത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടുന്ന സാഹചര്യം. ഒരു 22 വയസ്സുകാരിയാണ് ഇപ്പോൾ. എന്ത് കാരണത്താലെന്ന് അറിയില്ല എങ്കിൽ പോലും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വളരെ വേദനാജനകമായ കാര്യമായി മാറിയിരിക്കുന്നു. ആ കുട്ടിയെ സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർക്ക് വലിയ തീരാ നോവായി, നികത്താനാവാത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹ ദിവസം വരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമുണ്ടായത്. ജമ്മു കാശ്മീരിൽ SSB ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥൻ മുണ്ടേരി പഞ്ചായത്തിലെ സ്വദേശി ഷബിനാണ് മരിച്ചത്. 28 വയസ്സുകാരനായിരുന്നു ആത്മഹത്യ ചെയ്തത്. വിവാഹം നടക്കാനിരിക്കെയാണ് സംഭവം ഉണ്ടായത്. ഞായറാഴ്ച രാത്രി വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വിരുന്നൊരുക്കിയിരുന്നു. അർദ്ധരാത്രിയോടെ വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും തിരികെ പോയി. ഈ സമയം ഷബിന് ഒരു ഫോൺ കോൾ വന്നു. നവവധുവാണ് വിളിച്ചതെന്ന് ഷബിൻ്റെ ബന്ധുക്കൾ പറയുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയായിരുന്നു ഷബിൻ. തുടർന്ന് മുറിയിൽ കയറി വാതിലടയ്ക്കുകയും പിറ്റേന്ന് രാവിലെ 4:45 മക്രേരി അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് പോകാൻ വീട്ടുകാർ വിളിക്കാനായി എത്തിയപ്പോൾ മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവാവിനെ. എന്തായാലും ഈ സംഭവം വളരെ വേദനാജനകമായിരുന്നു. വിവാഹ തലേന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പെൺകുട്ടിയുമായി പിണങ്ങിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്നടക്കമുള്ള വിവരങ്ങൾ പിന്നീട് വന്നിരുന്നു. എന്തായാലും ആത്മഹത്യകളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.